ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെലിഷ് മൈ ലൈഫ്. ഇന്ന് നമുക്ക് ഒതൻറ്റിക് ലെബനീസ് തൂം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ലെബനീസ് തൂം അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ്. ഗാർലിക് മയോനൈസ് അല്ല, മുട്ട വെച്ചിട്ടല്ല നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് വെറും വെളുത്തുള്ളി, ചെറുനാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി, ഉപ്പ്, ഓയിൽ ഇത്രയും വെച്ചിട്ടാണ് ഒതൻറ്റിക്കായിട്ട് ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ തൂം ഉണ്ടാക്കുക. ഞാനിന്നിവിടെ രണ്ട് തരത്തിൽ ഉണ്ടാക്കുന്നതും കൂടി മെത്തേഡും കൂടി കാണിക്കുന്നുണ്ട്. ഇമേർഷൻ ബ്ലെൻഡർ വെച്ചിട്ടും അതേപോലെ നമ്മുടെ ഗ്രൈൻഡറിൽ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടി നോക്കാം. അതേപോലെ ചില സമയത്ത് ചിലർക്ക് ഇത് കട്ടിയാവാറില്ല, അപ്പോൾ അത് എങ്ങനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതും കൂടിയിട്ട് കാണിക്കുന്നുണ്ട്. 70 ഗ്രാം വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി അല്ലിയുടെ ഞെട്ട് ഭാഗം റിമൂവ് ആക്കാം. നീളത്തിൽ മുറിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ആ ഗ്രോത്ത് അത് റിമൂവ് ആക്കണം. ആ ഒരു ഗ്രോത്ത് റിമൂവ് ആക്കിയിട്ടില്ലെങ്കിൽ നേരിയൊരു കൈപ്രസ് ഉണ്ടാവും, ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇമേർഷൻ ബ്ലെൻഡർ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. 70 ഗ്രാം വെളുത്തുള്ളി നേരത്തെ പറഞ്ഞതുപോലെ ക്ലീൻ ചെയ്ത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തൂമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 70 ഗ്രാം വെളുത്തുള്ളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 40 ml ചെറുനാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇമേർഷൻ ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നതിൻ്റെ മുന്നേ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ തൂമുണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ കട്ടിയിലുള്ള തൂമ് കിട്ടില്ല. കാരണം അതിനകത്ത് ഇമൾഷൻ ഫോം ആവില്ല. അതുകൊണ്ടാണ്. നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 200 ml ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം ബ്ലെൻഡർ പൊക്കാതെ തന്നെ അടിച്ച് തുടങ്ങുക. അപ്പോൾ തന്നെ നമുക്ക് അടിയിൽ നിന്ന് ഇമൾഷൻ ഫോം ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് പൾസിൽ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പതുക്കെ, അപ്പോഴത്തേക്കും അടിയിലെല്ലാം കട്ടിയായി വരും. അതിൻ്റെ മുകളിലേക്ക് പതുക്കെ പൊക്കിയിട്ടും താഴ്ത്തിയിട്ടുമായിട്ട് കംപ്ലീറ്റ്ലി ഇമൾഷൻ ആക്കിയിട്ടെടുക്കാം. ലെബനീസ് തൂം അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമ്മൾ ഒരു 24 മണിക്കൂറെങ്കിലും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോഴാണ് നമ്മൾ ആ ഒരു കറക്റ്റ് നല്ല ഫ്ലേവറും ടേസ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്യാം. ഇനി നമുക്ക് തൂമ എങ്ങനെ ഗ്രൈൻഡറിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ 70 ഗ്രാം വെളുത്തുള്ളി ക്ലീൻ ആക്കിയെടുക്കുക. നടുവിലത്തെ ഗ്രോത്ത് എല്ലാം കളയുക. ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല, നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 40 ml വിനാഗിരിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ചെറുനാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കരുത്. കാരണം ചെറുനാരങ്ങാനീര് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് കട്ടിയായി കിട്ടാൻ പാടായിരിക്കും. ഇനി ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഗ്രൈൻഡർ ഓഫ് ചെയ്ത് അതിൻ്റെ സൈഡിലുള്ള വെളുത്തുള്ളി എല്ലാം തട്ടിയിട്ട് തീരെ കഷ്ണങ്ങളില്ലാത്ത വിധം നമ്മളത് അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു 4 പ്രാവശ്യത്തോളം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതുപോലെ സൈഡെല്ലാം തട്ടിയിട്ട് കൊടുത്തിട്ടാണ് അരച്ചെടുത്തത്. ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിനകത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ എടുക്കുന്നത് 200 ml ഓയിലാണ്. അത് ഒരു 1/3 ഭാഗം ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും അടുത്ത 1/3 ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് 1/3 കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഗ്രൈൻഡറിൽ നമുക്ക് ലെബനീസ് തൂമ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഗ്രൈൻഡറിൽ ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ, അതായത് നമുക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാതിരിക്കുക എപ്പോഴും ബെറ്റർ. വിനെഗർ യൂസ് ചെയ്യുന്നതാണ് നല്ല കട്ടിയിൽ വരാനായിട്ട് നല്ലത്. നമുക്കൊരു തണുത്ത വെള്ളം ഒഴിക്കേണ്ട ആവശ്യം, ഐസ് ക്യൂബ് ഇടേണ്ട ആവശ്യം അങ്ങനെ ഒന്നും വരുന്നില്ല. നോർമലായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത തൂങ്ങും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. ഒരു ഓവർനൈറ്റ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ആവുക. അപ്പോൾ നമ്മൾ 2 രീതിയിലും തൂമ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടുത്തത് തൂമ് കട്ടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെയാണ് കാരണങ്ങൾ അങ്ങനെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്ന്, ഇപ്പോൾ നമ്മൾ ഇമേർഷൻ ബ്ലെൻഡറിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇപ്പോൾ ഞാനിതിൽ കാണിച്ചിട്ടുള്ളത് പോലെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിയാതെ അങ്ങനെ തന്നെ ഇട്ട്
ആദ്യം തന്നെ ബ്ലെൻഡ് ചെയ്യാണ്ട് ഓയിലും ഫസ്റ്റിൽ തന്നെ ഒഴിച്ചിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇമൾഷൻ ഉണ്ടാവില്ല. കാരണം ടു ആൻഡ് ഫ്രോ മോഷൻ ഇല്ലാണ്ട് എനിക്ക് ആ വെളുത്തുള്ളി നന്നായിട്ട് ബ്ലെൻഡാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇമൾഷൻ ഫോം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അതൊരു കട്ടിയില്ലാത്തൊരു ലിക്വിഡി ഫോമായിട്ടാണ് കിട്ടുക. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൈൻഡർ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ലെമൺ ജ്യൂസ് വെച്ച് ഒഴിച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കട്ടിയാവാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടാണ് വിനാഗിരി ഒഴിച്ചിട്ട് തന്നെ നമ്മൾ കട്ടിയാക്കണം എന്ന് പറയുന്നത്, ഐ മീൻ ബ്ലെൻഡ് ചെയ്തെടുക്കണം എന്നുള്ളത് പറയണത്. ഓക്കെ, ഇനി ഇൻ കേസ് ഇത് നമുക്ക് ലിക്വിഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മളെ കടല വേവിച്ച വെള്ളമല്ലേ, വെള്ളക്കടല വേവിച്ച വെള്ളം, അതിന് അക്കോഫാബ എന്ന് പറയാം, അതൊരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ടിയാവും. അതുപോലെ ഈ തൂമും നന്നായിട്ട് കട്ടിയാക്കുകയും ചെയ്യും. അതാണ് അത് ഫിക്സ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഏതെങ്കിലും അടുത്ത പുതിയ വീഡിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.